ഇന്ന് നടക്കുന്ന IPL ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ള RCBക്കും 7ാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസിനും മത്സരം അതിനിർണായകമാണ്. ഓരോ മത്സരങ്ങളും പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ 5 മത്സരങ്ങളിൽ നിന്ന് 2 വിജയം മാത്രം നേടിയ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് പ്ലേ ഓഫ് സാധ്യതകൾക്കായി ഇന്ന് RCBക്കെതിരായ വിജയം അനിവാര്യമാണ്. ടീമിന്റെ പ്ലേയിങ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. ഈ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. രാജസ്ഥാന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് ആരംഭിക്കുന്ന മത്സരം ഇന്ന് 3:30 ആരംഭിക്കുന്നത്. ആദ്യം തന്നെ RCBയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോഹ്ലി ഫിൽ സോൾട്ട് സഖ്യത്തിന്റെ ഓപ്പണിംഗ് ജോഡിയെ അവർ അമിതമായി ബാറ്റിംഗിൽ ആശ്രയിക്കുന്നതായി തന്നെയാണ് കാണുന്നത്. മധ്യനിരയിൽ നിന്നും വേണ്ടത്ര ഒരു കോൺട്രിബ്യൂഷൻ RCBക്ക് വേണ്ടി അത്ര നല്ലതായി വരുന്നില്ല. ഇന്ന് ടീമിന്റെ പ്ലേയിങ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പരിഗണിക്കുകയാണെങ്കിൽ ലിയാം ലിവിങ്സ്റ്റണിന് പകരം ജേക്കബ് ബദേൽ പ്ലേയിങ് ലെവലിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. ഇമ്പാക്ട് പ്ലെയറായി സുയാഷ് ശർമ്മ തന്നെയായിരിക്കും ടീമിൽ തുടരുക. അതുകൊണ്ട് തന്നെ RCBയുടെ ഇന്നത്തെ മത്സരത്തിനുള്ള പ്ലേയിങ് ലെവനെ പരിഗണിക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി, ഫിൽ സോൾട്ട്, ദേവ്ദത്ത് പടിക്കൽ, രജത് പാട്ടീദാർ, ലിയാം ലിവിങ്സ്റ്റൺ അല്ലെങ്കിൽ ജേക്കബ് ബദേൽ, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, യശ് ദയാൽ, സുയാഷ് ശർമ്മ എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. രാജസ്ഥാൻ റോയൽസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചില നിർണായക മാറ്റങ്ങൾ ടീമിന്റെ ഭാഗത്തു നിന്നും ഇന്ന് RCBക്കെതിരായ മത്സരത്തിന് മുന്നേ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. 1 ഡൗൺ പൊസിഷനിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാനായി ഒരു താരത്തിന് പോലും സാധിക്കുന്നില്ല എന്നതാണ് രാജസ്ഥാൻ നേരിടുന്ന ആദ്യ പ്രശ്നം. റിയാൻ പരാഗിനെയും നിതീഷ് റാണയും ഉൾപ്പെടെ 1 ഡൗണിൽ ടീം പരീക്ഷിച്ചുവെങ്കിലും ഒരു മത്സരത്തിൽ റാണ തിളങ്ങിയതൊഴിച്ചാൽ ഈ ഒരു പോരായ്മ ടീമിനെ സംബന്ധിച്ച് പ്രതിസന്ധിയായി മാറുന്നുണ്ട്. റിപ്പോർട്ടുകൾ പരിഗണിക്കുകയാണെങ്കിൽ യുവതാരമായ സൂര്യാൻഷിയെ ഇമ്പാക്ട് പ്ലെയറായി ടീം ഇന്ന് ഓപ്പണിംഗിലേക്ക് പരിഗണിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. ഓപ്പണിംഗിൽ സഞ്ജു ജയ്സ്വാൾ സഖ്യത്തെ മാറ്റിക്കൊണ്ട് സൂര്യാൻഷി ജയ്സ്വാൾ സഖ്യത്തിനെ ഇറക്കി സഞ്ജു 1 ഡൗണിലേക്ക് ഇറങ്ങി കളിക്കുമെന്നാണ് ESPN ക്രിക്കിൻഫോയുടെ ഇന്നത്തെ പ്ലേയിങ് ലെവലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നത്. പ്ലേയിങ് ലെവലുമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റ് പരിഗണിക്കുകയാണെങ്കിൽ തുഷാർ ദേശ്പാണ്ഡെയ്ക്ക് പകരം ഇന്ന് കുമാർ കാർത്തികയായിരിക്കും ടീം പരിഗണിക്കുക എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ബാറ്റിംഗിൽ സൂര്യാൻഷിയെ ടീം പരിഗണിക്കുമ്പോൾ ബോളിംഗ് ഇന്നിംഗ്സിൽ ഇമ്പാക്ട് സബായ ഫസൽ ഹക്ക് ഫാറൂഖി ആയിരിക്കും ടീമിനൊപ്പം എത്തുക. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ ഇന്നത്തെ മത്സരത്തിനുള്ള പ്ലേയിങ് ലെവനെ പരിഗണിക്കുകയാണെങ്കിൽ വൈഭവ് സൂര്യാൻഷി, സഞ്ജു സാംസൺ, SSC ജയ്സ്വാൾ, നിതീഷ് റാണ, റിയാൻ പരാഗ്, ധ്രുവ് ജൂറൽ, ഷിംറോൺ ഹെറ്റ്മെയർ, വാനന്ദു ഹസിരംഗ, ജോഫ്ര ആർച്ചർ, മഹീഷ് ദീക്ഷിണ, തുഷാർ ദേശ്പാണ്ഡെ അല്ലെങ്കിൽ കുമാർ കാർത്തികേയ, സന്ദീപ് ശർമ്മ, ഫസൽ ഹക്ക് ഫാറൂഖി എന്നിവരായിരിക്കും ടീമിനൊപ്പം ഉണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ്